1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്, 2-ാമത്തെ ക്ലിപ്പ്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നുമില്ല. അതവിടെ എഴുതി വെച്ചേക്കുന്നു. അവർക്ക് തെറ്റി ഒഴിയാവുന്നുമില്ല. അപ്പൊ കർത്താവിൻ്റെ വരവ്, എത്ര നല്ലൊരു ശക്തമായൊരു പഠനമാണ് പൗലോസ് തരുന്നത് നമുക്ക്. ഈ കർത്താവിൻ്റെ വരവെന്നുള്ളത് ഒരു ആക്സിഡൻ്റലി സംഭവിക്കും, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കും. പക്ഷി കെണിയിലാകപ്പെടുന്നത് പോലെ, മത്സ്യം വലയിൽ പെട്ടുപോകുന്ന പോലെ, ഈ ഇന്നത്തെ ആധുനിക മനുഷ്യൻ, വിശ്വാസികളുടെ കാര്യം നമ്മൾ എടുത്താൽ മതി, പോട്ടെ, ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഈ മനുഷ്യർ, വിശ്വാസികൾ വിചാരിക്കുന്ന പോലെ ആക്സിഡൻ്റലി കർത്താവിൻ്റെ വരവുണ്ടാകും. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതുപോലെ കർത്താവിൻ്റെ വരവുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിലെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം കർത്താവ് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. നമുക്കത് നോക്കാം എന്താന്ന്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് കർത്താവിന് ശരണപ്പെടുന്നു. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഹല്ലേലൂയ. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവരറിഞ്ഞതുമില്ല. അതുപോലെ മനുഷ്യപുത്രന്റെ വരവാകും. ഓഹ് എൻ്റെ ദൈവമേ, നോക്കിയേ, മനുഷ്യപുത്രന്റെ വരവ് അതുപോലെ ആകും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം ഞാൻ എപ്പോഴും ധ്യാനിക്കുന്ന ഒരു അധ്യായമായിട്ടാണ് ഇരിക്കുന്നത്. എനിക്കത് വളരെ എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ച, 17-ാം അധ്യായത്തിൻ്റെ 26 മുതൽ സ്തോത്രം അതിൻ്റെ അവസാന ഭാഗം വരെ 37 വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കയറി കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ജലപ്രളയം വന്നവർ അറിഞ്ഞതുമില്ല എന്ന് നമ്മൾ നേരത്തെ മത്തായിയിൽ വായിച്ചു. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അപ്പൊ നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു, ലോകം നശിപ്പിക്കാൻ പോകുന്നു. നോഹ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. ഡെയ്സ് ബൈബിളിൽ 120 വർഷം പ്രസംഗിച്ചു എന്നാണ് ഡെയ്സ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞങ്ങളെ ഒരു ദേവദാസം പറഞ്ഞു കഴിയുമ്പോൾ ഞാനിപ്പോഴും ഇപ്പൊ ഓർക്കാനിടയായി. 120 വർഷം വൃദ്ധനായ മനുഷ്യൻ പ്രസംഗിച്ചു. പെട്ടകം പണിയുകയും കീല് തേക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് പ്രസംഗിച്ച് 120 വർഷം പ്രസംഗിച്ച്. ഞാൻ സാധാരണ ഈ പാസ്റ്റേഴ്സ് സെമിനാർ എന്ന് പറഞ്ഞ ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട്. ഒരു നിയോഗം കർത്താവ് തരുമ്പോൾ കർത്താവിനോട് പറയുമ്പോൾ ഞാനതങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം അതിനുള്ള ജ്ഞാനവും വിവേകവും വചനവും ഒക്കെ കർത്താവ് ആ സമയത്ത് തരുന്നു. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് പറയുക. അപ്പോൾ ഈ വിഷയം പറയാറുണ്ട്. പ്രസംഗിച്ച് കുറഞ്ഞ പക്ഷം ഭാര്യയും മക്കളെയും മരുമക്കളെയെങ്കിലും പെട്ടകത്തിൻ്റെ ഉള്ളിൽ കയറ്റിക്കോണേ. നാട്ടുകാർ വന്ന് കയറിയില്ലേലും, അയൽവക്കക്കാർ വന്ന് കയറിയില്ലേലും, സ്വന്തം കുടുംബത്തെങ്കിലും ഞെട്ടിച്ചെടുത്തോണേന്ന് ഞാൻ പറയാറുണ്ട്. ദൈവമക്കളെ, 120 വർഷം മനുഷ്യൻ പ്രസംഗിച്ചു, ആരും കേട്ടില്ല. ജലപ്രളയം വന്നു, എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ, പിന്നെ കർത്താവ് പറയാ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. അത് തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു നോഹയുടെ കാലത്ത്. ലോത്തിന്റെ കാലത്തോ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. വീട് പണി, സ്ഥലം മേടിക്കല്, വീടോട് വീട് കൂട്ടൽ, വയലോട് വയൽ ചേർക്കൽ. കർത്താവിൻ്റെ ദാസന്മാര് വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ്. നിത്യത നഷ്ടപ്പെടാൻ വേറെ ഒന്നും ചെയ്യേണ്ട, അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എന്തൊക്കെ ശുശ്രൂഷ ചെയ്താലും ശരി. കാരണം വീടോട് വയൽ കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്താൽ അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത്.
ജോലിയെടുത്ത് ആരെങ്കിലും വീട് വാങ്ങുമോ കാറ് വാങ്ങുമോ അതുമൊക്കെ ചെയ്ത് നമുക്കത് വിഷയമില്ല, അവർ അധ്വാനിച്ച് വാങ്ങുക. അതുപോലും ഒരാത്മീകനെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിജ്ഞാനത്തോടെ ചെയ്യണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കാരണം നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും, അതാ വിഷയം. നിക്ഷേപം കൂടുമ്പോൾ ഹൃദയം അങ്ങോട്ട് പോകും, ഹൃദയം കർത്താവിൽ നിന്നും കാണത്തില്ല. ആരാധിക്കാൻ പോയ യേശുവിനെ കൊണ്ടുപോയ മറിയയും യോസഫും യേശു മിസ്സായി പോയതുപോലെ ഇന്ന് യേശു പലരുടെയും ജീവിതത്തിൽ മിസ്സായി കിടക്കുക. അത് അപകടമാണ്. അത് വളരെ പരിജ്ഞാനത്തോടെ നമ്മളതും എടുത്ത് കാര്യങ്ങളെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അപ്പം ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. ഇന്നും അതൊക്കെ തന്നെ നടക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ നടക്കുന്ന വലിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കളൊക്കെ ഗൾഫിലുണ്ടാകാം, ദേശത്തുണ്ടാകാം. അവരുടെ നന്മകളൊക്കെ വാങ്ങി നമ്മൾ അതിൻ്റെ പിറകെ നമ്മൾ കിടന്ന് ഓടരുത്. അവരോടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും വരുത്. അവരെ നിരുത്സാഹപ്പെടുത്തി നമ്മുടെ സമ്പാദ്യം ആത്മീകമാണ്, എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്ത് യേശുവാ, വേറെ ഒന്നും അല്ല സമ്പത്ത്. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി കിടന്ന് ഓടുക. ദൈവമക്കളെ, പാടിയത് എന്താണ്? ആരെഴുതിയ പാട്ട്? ആ പാട്ടുകാരൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു കൊച്ചു ജ്യോതിഷാന്ന് തോന്നുന്നു. ഒരു നേരത്തെ ആഹാരം പോലും നേരെ ചൊവ്വേ ആ മനുഷ്യന് കിട്ടിയായിട്ട് ഓർക്കുന്നില്ല. കഷ്ടതയുടെ തീച്ചുളയിലൂടെ വിശ്രാമ സ്ഥലത്ത് പോയി വിശ്രമിക്കുന്ന ആ ഭക്തൻ, ഹല്ലേലൂയ, അദ്ദേഹം ആ തീച്ചുള സമാനമായ സമയത്തിൽ എഴുതിയ പാട്ടുകൾ നമ്മളെടുത്ത് ചുമ്മാ പാടി അതിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തരുത് എന്ന് ഒരു അപേക്ഷയുണ്ട്. ആ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ പോകുമ്പോഴാണ് നീ പാടിക്കോ, അത് സന്തോഷമാണ്. സമൃദ്ധിയുടെ മടിത്തട്ടി കിടന്നുകൊണ്ട് അങ്ങനെയൊക്കെ പാടിയാൽ കർത്താവിനെ സമ്പത്തായിട്ട് കണ്ട് ലോകത്തിൻ്റെ ഭൗതികങ്ങളൊന്നും അതിന് വിലയില്ലെന്നും അത് സമ്പത്തല്ലെന്നും മനസ്സിലാക്കി സകല വിശ്വാസത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക, സന്തോഷ സമൃദ്ധി ഉണ്ടാകുക, പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകുക, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ഉണ്ടാകുക. ഹല്ലേലൂയ. അതാണ് പുതിയ നിയമം വിഭാവന ചെയ്യുന്ന സമൃദ്ധി. അതാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. 2 പ്രാവശ്യം ആ പദം ഇവിടെ പറയുന്നുണ്ട്. നോഹയുടെ കാലത്തുണ്ടായിരുന്നവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്തും അത് തന്നെ. അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. 1-2 കൂട്ടം കാര്യങ്ങൾ കൂടുതലാണ് ഇവിടെ. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. 30-ാം വാക്യം. നമ്മൾ ഇതൊക്കെ നിർത്തി ഒന്ന് വായിച്ചു പഠിച്ചു പോയേ. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന സമയം അത് തന്നെയാകും, അതുപോലെ തന്നെയാകും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. ഈ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയും സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഞാനത് എടുത്തു പറയുക, എൻ്റെ ഭാഷയല്ല, കർത്താവ് പറഞ്ഞത്. ഐ സെക്കൻഡ് ചെയ്ത് ഞാൻ എടുത്തു പറയുന്നു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ വിശ്വാസികളെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ വിശ്വാസികളെ ഈ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരും ഇതിൽ കുടുങ്ങിപ്പോകരുത്, നിത്യത നഷ്ടമാകരുത്. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം. തെസ്സലോനിക്ക സഭയെ പോലെ. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. അന്ന് വീട്ടിലിരിക്കുന്നവർ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. ഔവണ്ണം വയലിലിരിക്കുന്നവരും പിന്നോക്കം തിരിയരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകയും. ഒരു കുഞ്ഞു വാക്യം, റിമെമ്പർ ലോട്ട്സ് വൈഫ്. ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു പാസ്റ്ററിന് ഈ വചനം ഞാൻ മെസ്സേജായിട്ട് അയച്ചു കൊടുത്തപ്പോൾ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പൊന്ന് പാസ്റ്ററെ, ഞാൻ ഞെട്ടിത്തരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഈ വാക്യം കേട്ടിട്ട്. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്താ? ലോത്ത് സമ്പാദിച്ചു കൂട്ടിയ ഭൗതികങ്ങളെ വലുതായി കണ്ടുകൊണ്ട് അത് വിട്ടിട്ട്
ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് ദൂതനുസരിച്ച് ഓടാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്നുള്ള ചിന്തയായിരിക്കാം എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാനാണ്. തിരിഞ്ഞൊന്ന് നോക്കി, അതോടെ ഇടപാട് തീർന്നു. ലോകത്തിന്റെ ഭാര്യയെക്കുറിച്ച് ഇന്ന് ആർക്കും പ്രസംഗിക്കാനൊന്നുമില്ല. എല്ലാവരും ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ പ്രസംഗിക്കുന്നു? പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, 2024 അവസാന ദിനങ്ങളിൽ ഞാൻ ആത്മാവിൽ എരിവോടെ ഞാൻ വിളിച്ചു പറയുന്നു, ദുഃഖത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ലോകത്തുള്ള സകല വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും സംഭവിക്കാതിരിക്കാൻ നമ്മൾ കരുതിക്കൊള്ളണം. ഇപ്പോഴും 30 തൂണായിട്ട് അവിടെ നിപ്പുണ്ടെന്നൊക്കെയാ പറയുന്നത്. അത് കാണാനായിട്ട് ഇസ്രയേലിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഞാനും ഒരു ശ്രമം നടത്തിയതാ പോകാൻ, പക്ഷെ നടന്നില്ല. പിന്നെ ഞാനങ്ങ് ആസ്വദിച്ചു. ഈ പഴയ യെരൂശലേമിൽ പോകുന്നതിനേക്കാളും നല്ല പുതിയ യെരൂശലേമിൽ പോകുന്നതല്ല. അതാ സന്തോഷം, അതാണ് അനുഗ്രഹം എന്ന് വെച്ച് ഈ പഴയ യെരൂശലേമൊക്കെ ഒന്ന് പോയി കാണുന്നതിൽ തെറ്റില്ല. യേശു ജനിച്ച് വളർന്നതും പിന്നെ മാർത്തയും മറിയയും ജീവിച്ച വീടും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അതിനുള്ള അവസരം കിട്ടുന്നുള്ളത് പൊക്കോ കണ്ടോ. പക്ഷേ അത് കണ്ട് അവിടെ തന്നെ അങ്ങ് തമ്പടിച്ച് പോകരുത്. പുതിയ യെരൂശലേമിലേക്ക് പോകാൻ ഒരുക്കി കൊള്ളണം. അതാണ് നമുക്ക് ശാശ്വതമായിട്ട് ദൈവം തരുന്ന നമ്മുടെ അവകാശം. ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, യാതൊരു അശുദ്ധിയുമില്ലാത്ത, യാതൊരു പകർച്ചവ്യാധികളില്ല, കോവിഡില്ല, കൊറോണയില്ല, പിന്നെ മാരകമായ രോഗങ്ങളൊന്നുമില്ല, കൊള്ളയില്ല, കൊള്ളുവയ്പില്ല, ഭീകരാക്രമണമില്ല, ലോകത്തിൽ നിന്ന് നടമാടുന്ന ഒരു അക്രമങ്ങളും ഒരു അനീതിയും നടക്കാത്ത ശാന്തസുന്ദരമായ ഒരു സ്വർഗീയ സന്തോഷത്തിൻ്റെ ആ പരദീസയിൽ ആ അനുഭവത്തിൽ ആയിരിക്കുവാനാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കേണ്ടത്. അതാണ് ഏറ്റവും ശാശ്വതം. ഇവിടെ നമ്മളെ തല കൊയ്യുമായിരിക്കും. കൊയ്യട്ടെ പ്രിയമുള്ളവരെ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി സന്തോഷിക്കാം. പത്രോസ് ആ സന്തോഷത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ കർത്താവ് പറഞ്ഞ സുവിശേഷത്തിലും ആ സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അത്ര വലിയ സന്തോഷമാണ് ആ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കും. ഇത് അങ്ങനെ ഒരു സന്തോഷമുണ്ടോ? പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായൊരു സന്തോഷം. അതാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നത്. ദൈവമക്കൾ, ദൈവസഭ പ്രാപിക്കാൻ പോകുന്ന അതുകൊണ്ട് ഇവിടുത്തെ സന്തോഷമൊന്നും അധികമൊന്നും ആരും ശ്രദ്ധിക്കരുത്. ഇവിടെ ഈ കോമിക്സും അതും ഇതും ചപ്പും ചവറും കണ്ട് സന്തോഷിക്കുന്ന ഭക്തമതികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിൻ്റെ സന്തോഷം നിങ്ങൾ പ്രാപിച്ചാൽ ഈ സന്തോഷം നിങ്ങൾക്ക് കിട്ടുകയില്ല. യോനയുടെ കഷ്ടതയുടെ തീച്ചൂളയിൽ വെയിലിൻ്റെ ചൂടാറിയപ്പോൾ ഒരാവണക്കിനെ ദൈവം കൽപ്പിച്ചാക്കിയ ഒരല്പം ആശ്വാസത്തിന്. പുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ ആവണക്ക് നിമിത്തം എന്തിനാണ് അത്യന്തം സന്തോഷിക്കുക? ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ സന്തോഷം അതാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുക കേട്ടോ. അങ്ങനെ പറയല്ല, ചിന്തിച്ചു പോവുക. മക്കൾ ഗൾഫിലുണ്ടാകാം, നല്ല വരുമാനം ഉണ്ടാകാം, നല്ല ഡിപ്പോസിറ്റ് ഉണ്ടാകാം, ഏക്കർ കണക്കിന് സ്ഥലം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടാകാം. അതിലൊന്നും നിങ്ങൾ ആരും സന്തോഷിക്കരുത്. ഇതെല്ലാം നമ്മൾ വിട്ടുപോകണം. വിട്ടുപോകുന്നു ഞാൻ ഈ ദേശം എന്നൊരു പാട്ടുണ്ടല്ലോ. ദേശം മാത്രമല്ല വിട്ടുപോണത്, സമ്പാദിച്ചു കൂട്ടിയതും ഭാര്യയും മക്കളെയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും വിട്ടുപോവുക. ഏകനായിട്ട് പോവുക. അവസാനം പോയി നരകക്കുഴി വീഴരുത്. അതിനാണ് ഞാൻ ഈ സന്ദേശം ശക്തിയോടെ പറയുന്നത്. നോഹയുടെ കാലത്തെ ജനത്തെ പോലെ നമ്മൾ ആകരുത്. ലോത്തിന്റെ കാലത്തെ ജനത്തെ പോലെ നമ്മൾ ആകരുത്. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തിൻ്റെ ഉടമകളായി നമ്മൾ തീരണം. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു സന്തോഷവും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആമേൻ ആമേൻ. ഞാനും കൂടെ പറയുന്നു,
നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. യോഹന്നാന്റെ സുവിശേഷം 16:20, 21, 22 വാക്യങ്ങൾ. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വരുന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും ഇന്ന് നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തുകളയും. ആരാലും എടുത്തുകളയപ്പെടാത്ത സന്തോഷമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷമാണ് ദൈവമക്കളെ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സന്തോഷത്തിന്റെ പിറകെ പോകുന്നവരോടൊരു ദൂതുണ്ട്. ആ സന്തോഷം യോനയുടെ സന്തോഷം പോലെ ആയിത്തീരും. ആവണക്കിനെ കുത്തിക്കളയാൻ പുഴുവിനെ കൽപ്പിച്ചാക്കി, അതോടെ പുഴു കുത്തിക്കളഞ്ഞു. നിന്റെ മക്കളൊക്കെ ആവണക്കായിരിക്കാം, അല്പ തണല് തരുന്നവരായിരിക്കാം, അതിലൊന്നും സന്തോഷിക്കണ്ട. അവർ വാരിക്കോരി കൂട്ടുന്ന ഭൗതികത്തിലൊന്നും നമ്മൾ സന്തോഷിക്കണ്ട. അവരാത്മീകരാകാൻ വേണ്ടി ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിച്ച് കരയൂ. ഹല്ലേലൂയ. ഞാനും ഒരു കോടീശ്വരനാകാൻ വേണ്ടി വിദേശയാത്രയൊക്കെ ചെയ്ത ആളാണ്. എന്നെ തല്ലി ഓടിച്ച് കർത്താവ് അവിടെ നിന്ന്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ തല്ല് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി. കാരണം ഭൗതികം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആത്മീകം നമ്മൾ അറിയാതെ നഷ്ടമാണ്. ഞാൻ ഈ പറയുന്ന സത്യമാണ്. ഒന്നുകൂടി നിങ്ങൾ കേട്ടോ. ഭൗതികം നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ നിലവാരങ്ങൾ അറിയാതെ നമ്മളെ വിട്ടുപോകും, നഷ്ടമായി പോകും. പിശാച് പ്രവർത്തിക്കുന്ന വലിയൊരു മേഖലയാണിത്. അനേക ഭക്തന്മാർ അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എൻ്റെ മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ആർക്കും ഈ ഗതികെട്ട അനുഭവം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ശക്തമായി ഈ ആണ്ടിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളോട് സംവാദിക്കുന്നത്. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. ആരാലും എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നാൽ ഞാൻ 3-ാം വാക്യം വായിച്ചു. അവർ സമാധാനമെന്ന് നിർഭയം പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാറുമില്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാളിൽ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ള ആ നാൾ കള്ളം വരുന്നത് ആരും അറിയുന്നില്ല. അതുപോലെ കർത്താവിന്റെ വരവിന്റെ നാൾ ആരും അറിയത്തില്ല. കള്ളൻ എന്ന പോലെ നിങ്ങൾ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ഇരുട്ട്. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഒരു പ്രധാന വിഷയം ഞാനതങ്ങ് വായിക്കാം. 2:7 മുതൽ. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്ക് ഉള്ള പഴയ കൽപ്പന അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പയക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പായിക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയാൽ അവൻ എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. ഇതാ അതിന്റെ വിഷയം. ഈ വാക്യം അങ്ങോട്ട് വായിച്ചു പഠിച്ചു. എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ സ്തോത്രം, ഞാൻ എടുക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 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 8-ാമത്തെ വാക്യം മുതലാണ് ആ പറഞ്ഞ ഭാഗം നമുക്ക് കാണാൻ കഴിയും. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. 8 മുതൽ. മുമ്പ് ഇരുളായിരുന്നു നമ്മള്,
ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ഈ വെളിച്ചമായ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. ഓ, സകല സൽഗുണവും സത്യവും നീതിയുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്രയും വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. സ്തോത്രം. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെക്കുറിച്ചും വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇരുന്ന് എഴുന്നേൽക്കാം. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അപ്പോൾ വെളിച്ചത്തിന്റെ അനുഭവവും ഇരുട്ടിന്റെ അനുഭവവും ഇവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നു. പത്രോസ് അത് പറയുന്നുണ്ട്. ഈ ഇരുട്ടും വെളിച്ചവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇരുട്ടിനെ സാത്താന്റെ പ്രവൃത്തികളോടുകൂടി ഉപമിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്ര വേണ്ടത്. ഇരുട്ടിന്റെ പ്രവൃത്തികൾ, സാത്താന്റെ പ്രവൃത്തികൾ, ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമ്മളാരും ഇരുട്ടിന്റെ പ്രവൃത്തികളോട് കൂട്ടാളികളായിരുന്നു. മുമ്പ് നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇനി വെളിച്ചമായ സ്ഥിതിക്ക് നമ്മൾ എന്തോ ചെയ്യണം? സ്തോത്രം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുക, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നടക്കുക, കർത്താവ് നമുക്ക് തരുന്ന ഉപദേശ സത്യങ്ങളിലൂടെ നമ്മൾ നടക്കുക. അതാണ് ദൈവവചനം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാ. ഇരുട്ടിൽ കിടന്ന മനുഷ്യരൊക്കെ ഇപ്പോൾ വെളിച്ചത്തിലേക്ക് വന്നു എന്ന് പറയുകയും പിന്നെ ഇരുളിൽ കിടന്ന് തപ്പുകയും ചെയ്യുന്ന അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം നിങ്ങൾ പഠിച്ചാൽ അതിൻ്റെ 4-ാം അധ്യായത്തിൽ അത് വായിച്ച്, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളൊന്ന് വായിച്ചാൽ ഉറച്ചു വായിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4:14-15 സെബൂലൂൻ ദേശവും നാഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഗലീല പ്രദേശം ഇരുട്ടിൽ കിടന്നു എന്നാ പറയുന്നത്. കടൽക്കരയും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇരുട്ടിൽ കിടന്ന് തപ്പിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽപ്പാടുകൾ അവിടെ ചവിട്ടിയപ്പോൾ ആ പ്രദേശം മുഴുവൻ വെളിച്ചമായി മാറി. എന്ത് വെളിച്ചം? സോളാറിന്റെ വെളിച്ചമോ? ഇന്ന് കാണുന്ന ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചമോ? ആത്മീകമായ പ്രകാശം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ധ്യാനിച്ചു പോകുന്നത് നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവന് മുഖാന്തരം ഉണ്ടായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അവൻ സ്വന്തമായിലേക്ക് വന്ന് സ്വന്തമായൊരു അവന് കൈക്കൊണ്ടില്ല. അപ്പോൾ യേശുക്രിസ്തു വെളിച്ചമായിരുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം. ആത്മീകമായി ഈ ലോകത്ത് കിടക്കുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ കഴിയുള്ള ആത്മീകമായ വെളിച്ചം, ആത്മീകമായ ജീവൻ കർത്താവിൽ നിന്നാണ് പുറപ്പെടുന്നത്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം വായിച്ചാൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു പ്രസംഗമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. ഹല്ലേലൂയ. സെർമോൺ ഓൺ ദ മൗണ്ട്. അവൻ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, കർത്താവിന്റെ ഗിരിപ്രഭാഷണം, മലമേൽ പ്രസംഗം. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു പ്രസംഗം ആരും നടത്തിയിട്ടില്ല, ഇനിയൊട്ട് നടത്താനും പോകുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം
ഈ പ്രസംഗത്തിലൂടെയാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ് മഹാത്മാഗാന്ധിജി പഠിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാരോട് തോക്കെടുത്ത് നിൽക്കുന്ന, മിഷൻ ഗണ്ണുമായി നിൽക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുൻപിൽ സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി താൻ യത്നിച്ചതെന്ന് ഐ ഫൈൻഡ് ഇറ്റ് എന്നൊരു പുസ്തകത്തിൽ തൻ്റെ ജീവിത ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടെത്തി. എന്ത് കണ്ടെത്തി? യേശുക്രിസ്തുവിലൂടെ സമാധാന സന്ദേശത്തിലൂടെ ലോകത്തെ കീഴ്പ്പെടുത്താം എന്ന് താൻ കണ്ടെത്തി. ആ മഹാത്മാഗാന്ധിയെ ഇന്ന് നമ്മുടെ ബോധമില്ലാത്ത ഒരു കൂട്ടം ജനം നീചമായിട്ട് കാണുകയും അദ്ദേഹത്തെക്കുറിച്ച് പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അവർക്ക് സുബോധം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രസംഗിക്കാനിരിക്കുകയല്ല. ഇന്ത്യയിലെന്നല്ല, ലോകത്തുള്ള 260 രാഷ്ട്രങ്ങളിലും നിങ്ങൾ ചെന്ന് ചോദിക്കും മഹാത്മാഗാന്ധി ആരാണെന്ന് ചോദിച്ചാൽ അവർ തത്ത പറയുന്ന പോലെ പറയും. ഇന്നിപ്പോൾ നമ്മുടെ ആളെ ഭരിക്കുന്നവർക്ക് ചോദിച്ചാൽ അവർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയത്തുള്ളൂ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ടൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഈ ഗിരിപ്രഭാഷണം എത്രയോ രാജാറാം മോഹൻ റായ് ആണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ എൻ്റെ രക്തം കൊണ്ട് ഞാൻ കഴിയേനെ എന്ന് താൻ ഒരു പ്രസ്താവന ഇറക്കിയെന്നാണ് ഞാൻ കേൾവിപ്പെട്ടത്. എത്രയോ മഹാരഥന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കാരണം എന്താ? ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിരുന്നു കർത്താവായ യേശുക്രിസ്തു. സർവ്വലോകത്തെയും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഇനി ഇതിനിടയിൽ ഒരു ദൂതുകൂടി പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. കൂടെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇനി നിങ്ങളാണ് വെളിച്ചം പകരേണ്ടത്. വെളിച്ചമായ കർത്താവ് ലോകത്തുനിന്ന് പോയി. ഇനി ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കേണ്ട ഭക്തന്മാര് കോടതിയിൽ കയറി വഴക്കമുണ്ടാക്കി തമ്മിത്തല്ലി ബഹളം ഉണ്ടാക്കി നടക്കുമ്പോൾ ഇവരെ ഓർത്ത് നമ്മൾ തലകുനിക്കുക. നിങ്ങൾ ഗിരിപ്രഭാഷണം വായിച്ചിട്ടില്ലയോ ബഹുമാനപ്പെട്ട കോടതി കയറുന്ന പെന്തക്കോ സമൂഹമേ? ഞാൻ ചോദിക്കുക, നിങ്ങൾ കർത്താവിന്റെ ഗിരിപ്രഭാഷണം വായിച്ചിട്ടില്ലേ? നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം വായിച്ച് പഠിച്ചിട്ടില്ലേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞ ആ കമാൻഡിങ് അവരനുസരിച്ചു, അവരത് ചെയ്തു. എന്താ നിങ്ങളിത് ചെയ്യാത്തെ? നിങ്ങൾ സങ്കീർത്തനത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആകുമ്പോൾ പിന്നെ കൊള്ളയും കൊള്ളിവെപ്പും ആണല്ലോ. 109 സങ്കീർത്തനം അതിൻ്റെ പകുതിക്ക് എത്തിച്ചുകൊണ്ട് വായിച്ചു വന്ന ദാവീദിന്റെ പ്രാർത്ഥനയും ദാവീദിന്റെ ഇടപാടും ഒക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പാസ്റ്റർമാരോടും സുവിശേഷ വേലക്കാരോടും ഞാൻ പറഞ്ഞു, സങ്കീർത്തനമൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ്റെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുമെന്നുള്ള കർത്താവിൻ്റെ ആ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്ത് അത് നമ്മളെ സഭയെ പഠിപ്പിച്ച് കർത്താവിൻ്റെ മക്കളാക്കി ലോകത്തിൽ വെളിച്ചം പകരുന്ന ദൈവമക്കളാക്കി വിശ്വാസികളാക്കി തീർക്കണമേ എന്ന ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് മടങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളാണ്. അപ്പൊ നിങ്ങൾ ഇരുട്ടിലുള്ളവരായി തീരരുത്, വെളിച്ചത്തിലുള്ളവരായി തീരണം. ആ പ്രധാനപ്പെട്ട വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കും. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. അപ്പൊ കർത്താവിന്റെ വരവ് കള്ളൻ എന്ന പോലെ ആരെയാ പിടിക്കുന്നത്? ഇരുട്ടിലുള്ളവരെ, ഇരുട്ടിൽ ജീവിക്കുന്നവരെ, സാത്താന്റെ പ്രവൃത്തി ചെയ്യുന്നവരെ, വചനവിരുദ്ധമായി പോയിക്കൊണ്ടിരിക്കുന്നവരെ, ഉപദേശത്തിനെതിരെ പോകുന്നവരെ, സത്യവചനം പഥ്യവചനത്തെ കോട്ടിക്കളയുകയും കൂട്ടുചേർക്കുകയും മറിച്ചു കളയുകയും ചെയ്യുന്നവർ ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അവരെ എന്ത് ചെയ്യും? കർത്താവിന്റെ നാൾ എന്നുള്ള ആ ദിവസം കള്ളനെ പോലെ അവരെ വന്ന് ക്യാച്ച് ചെയ്യും, പിടിക്കും. പിന്നെ അവർക്ക് രക്ഷയില്ല, പിന്നെ അവർക്ക് രക്ഷയില്ല.
കർത്താവിൻ്റെ വരവ് ഒരു കള്ളനെ പോലെ ഒരു ഭക്തനെ പിടിച്ചാൽ അവന് കർത്താവിൻ്റെ വരവിൽ പങ്കില്ല, അവൻ ശിക്ഷാവിധിയിലാകപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വേദനയോടെ ഞാൻ വിളിച്ചു പറയുന്നത്. ഇന്ന് ദുരുപദേശങ്ങൾ, ഇരുട്ടിൻ്റെ ഉപദേശങ്ങൾ പറയുന്നവർ, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളെ തെറ്റിച്ച് പറയുന്നവർ, തെറ്റിച്ച് പഠിപ്പിക്കുന്നവർ, കർത്താവും അപ്പോസ്തലന്മാരും തന്ന വചനത്തെ നമുക്ക് പഠിപ്പിക്കാൻ അറിയില്ലെങ്കിൽ, നമുക്കത് വസ്തുനിഷ്ഠമായി വ്യവസ്ഥ പ്രകാരം പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ആ ദൗത്യത്തിൽ നിന്ന് മാറി ഒരു വിശ്വാസിയെപ്പോലെ ഇരുന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊള്ളണം. അല്ല, ഈ വചനത്തെ എടുത്ത് കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ച് കളഞ്ഞ് ഇരുട്ടിൻ്റെ വക്താക്കളായി നിങ്ങൾ തീർന്നാൽ നിങ്ങളും നശിച്ചു പോകും, ജനവും നശിച്ചു പോകും. ആ വേദന കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ വാക്കുകൾ പലപ്പോഴും പൗരുഷമാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ഗൗരവത്തോടെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് നിസ്സാരമായിട്ട് ഇപ്പോൾ കാണാനുള്ള കാര്യങ്ങളല്ലിത്. വളരെ ഗൗരവത്തോടെ തന്നെ നമുക്ക് ഈ വിഷയങ്ങളെ കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല.